ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ലൊരു നാടൻ പഴംപൊരി തയ്യാറാക്കിയാലോ? പഴംപൊരി ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? മറ്റേതൊരു ഈവനിങ് സ്നാക്കിനേക്കാളും പഴംപൊരിയോട് നമുക്കെല്ലാവർക്കും ഒരല്പം ഇഷ്ടം കൂടുതലാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ നാടൻ പഴംപൊരി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 3 നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. പഴംപൊരി തയ്യാറാക്കാനായിട്ട് നല്ല പഴുത്ത പഴം തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് തയ്യാറാക്കാൻ പറ്റൂ. അപ്പോൾ പഴംപൊരിക്ക് ആവശ്യമായിട്ടുള്ള ഒരു ബാറ്റർ ആദ്യം തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി 1 കപ്പ് മൈദയാണ് ഇപ്പോൾ ചേർത്തത്. 250 ml കപ്പിന് 1 കപ്പാണ് എടുത്തത്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇപ്പോൾ ചേർക്കുന്നത്. ആവശ്യമെങ്കിൽ വീണ്ടും നമുക്ക് പഞ്ചസാര ചേർക്കാവുന്നതാണ്. 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. പഴംപൊരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഈ മഞ്ഞൾപ്പൊടി ചേർത്തത്. 1 നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്. 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പഴംപൊരിയിൽ ഞാൻ ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല. അല്പം മഞ്ഞൾപ്പൊടി മാത്രമാണ് ചേർത്തത്. കുറച്ച് വീതം വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം തന്നെ മുഴുവൻ വെള്ളം എടുത്ത് ഒഴിക്കരുത്. 1/2 കപ്പ് വെള്ളമാണ് ആദ്യം ഞാൻ ഒഴിച്ചത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മധുരം അല്പം കുറവാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർത്തത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്താം. പഴംപൊരിക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്റർ വേണം തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. പഴം ഒന്നിനി കട്ട് ചെയ്തെടുക്കണം. 2 പഴമാണ് ഞാൻ ആദ്യം കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നത്. എല്ലാ പഴവും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുത്ത് വെച്ചാൽ അത് പെട്ടെന്ന് കളർ മാറിപ്പോകും. അപ്പോൾ ഇത് ആദ്യം ഫ്രൈ ചെയ്തെടുത്ത ശേഷം 3ാമത്തെ പഴം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഈ പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് എണ്ണ ഞാനിവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഓരോ പഴവും ഈ ബാറ്ററിൽ മുക്കിയ ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. തീ കൂട്ടി വെക്കരുത്. നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈവനിങ് സ്നാക്ക് വളരെ കുറവായിരിക്കും. പക്ഷേ പഴംപൊരിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകുന്ന ഒരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2 വശവും തിരിച്ചും മറിച്ച് വിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതുപോലെ തന്നെ ഇത് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് സെക്കൻഡ് ബാച്ചും തയ്യാറാക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഇതുപോലെ 3ാമത്തെ പഴവും ഞാനൊന്ന് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ തനി നാടൻ പഴംപൊരി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.